ഓ അതാണ് അറിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെയല്ല അത് സിദ്ധി എന്നുള്ളതൊന്നും എനിക്ക് അങ്ങനെ സിദ്ധിയൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും എനിക്കില്ല. പക്ഷെ ഇതിനെപ്പറ്റി കുറേ ചിന്തിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി കുറേ പഠിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാണ്ട് സിദ്ധി എന്നൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനത്തെ ഒന്നും എനിക്കുള്ള ആളല്ല. ഓ അതിൻ്റെ ഇംഗ്ലീഷും വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടാവും വല്യമ്മയുടെ കാര്യം അല്ലേ? അദ്ദേഹം അത് എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെ ബാലാമണി അമ്മയ്ക്ക് ഇത് കിട്ടിയത് എന്ന്. എന്താ വെച്ചാൽ മൂപ്പർക്ക് ആ ഭാര്യനെ കണ്ടിരുന്നുവല്ലോ. കൃഷ്ണയ്യർക്ക് ആ ഭാര്യയെ കാണണ ഇതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും കിട്ടാൻ വേണ്ടി. അങ്ങനെയല്ല, അത് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എനിക്കിങ്ങനെ അറിയാം. അല്ലാണ്ട് ഞാൻ വേറെ എനിക്കിങ്ങനെ ഇപ്പോൾ വല്യമ്മയുടെ കാര്യം അതിൽ എഴുതിയത് കണ്ടില്ലേ? അതിപ്പം വലിയമ്മ കൽക്കത്തയിലാണ്. വലിയമ്മയുടെ അച്ഛൻ പൊന്നിയോർക്കുളത്ത് നാലപ്പാട്ട വീട്ടിൽ മോളത്തെ മുറിയിൽ മരിക്കാൻ കിടക്കുക. അദ്ദേഹം താമസിച്ചിരുന്നത് നാലപ്പാട്ട് തന്നെയാണ്. കോലോത്തെ ആളാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ തന്നെ അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ മഠം ഉണ്ടായിരുന്നു, അവിടെ ഭക്ഷണം ഉണ്ടാക്കും ഒക്കെ വീട്ടിൽ തന്നെയായിരുന്നു. അദ്ദേഹം അങ്ങോട്ടും സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നില്ല. മരിച്ചത് പക്ഷേ അവിടുന്ന് നാലപ്പാട്ടിൽ നിന്നാണ്. ഈ മരിക്കുന്ന സമയത്ത് അച്ഛൻ ഞാൻ പറയണ അമ്മയുടെ അച്ഛനെയാണ് കേട്ടോ. അമ്മയുടെ പറയണ വാക്കിൽ ഞാൻ അങ്ങോട്ട് പറയാന്നേ ഉള്ളൂ. എനിക്ക് ഞാനൊന്നും ഉള്ള കാലത്തല്ല അത്. ഞാനൊക്കെ ജനിക്കണേ എൻ്റെ മുമ്പത്തെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥയാണ് എനിക്കുള്ളൂ. ഇത് അച്ഛൻ സാധാരണ ഈ വലിയ മുണ്ട്, അറ്റം വരെ എത്തണ വലിയ മുണ്ട ഉടുക്കുക, കരയുള്ളത്. പക്ഷേ ഈ മരിക്കണ സമയത്ത് എന്തോ ആ വൈദ്യൻ അത് മാറ്റിയിട്ട് ചെറിയൊരു തോർത്തുമുണ്ട ഉടുപ്പിച്ചിരുന്നത്. അങ്ങനെ തോർത്തുമുണ്ട് എടുത്തിട്ട് അച്ഛനെ ആരും കണ്ടിട്ടില്ല ശരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഈ മരിക്കുന്ന സമയത്ത് മുഴുവൻ ഒരു കുട്ടി കൽക്കത്തയിലും ഒരു കുട്ടി അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നുണ്ട് അച്ഛനെ. അമ്മ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. വലിയമ്മ കൽക്കത്തയിലാണ്. അതുകൊണ്ട് അച്ഛൻ ബാല ബാല എന്ന് വിളിച്ചുകൊണ്ടിരുന്നു, കാണണം എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ടാണ് മരിച്ചത്. ഈ സമയത്ത് അവിടെ വല്യമ്മ സുഖമില്ലാണ്ട് കിടക്കുക. വല്യമ്മയ്ക്ക് എന്തോ പനിയോ എന്തോ പിടിച്ച് സുഖമില്ലാണ്ട് കിടക്കുന്ന സമയത്ത് വല്യമ്മ ഉറക്കത്തിൽ പോലെ ഒരു ഇത് കണ്ടു. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒരു ചെറിയ തോർത്തുമുണ്ട് ഉടുത്തിട്ട് നടക്കണതായിട്ട്. അപ്പോൾ വല്യമ്മ എന്താ എൻ്റെ അച്ഛൻ തോർത്തുമുണ്ട് ഉടുത്തിട്ട് എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മരിക്കുന്ന ആൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടു കൂടി തന്നെ വലിയമ്മ അവിടെ കണ്ടു എന്നുള്ളൊരു കഥയാണ്. അപ്പം ഇത് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു സാധനമാണല്ലോ. ഈ ആത്മാവ് ആ സമയത്ത് അവിടേക്ക് പോയോ അല്ല, ഈ ഒരു സംഭവം അവിടെ പറയലുണ്ട്. അപ്പം അത് കേൾക്കാനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. പക്ഷെ അത് കൂടാതെയും ഒരുപാട് ആളുകൾ ഈ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടക്കുന്ന ആളുകളും അതുപോലുള്ള പല ആളുകളും, ഈവൻ സത്യസായിലത്തെ ചില കുട്ടികളൊക്കെ മദ്രാസിൽ ഞാനുള്ളപ്പോൾ ആ കുട്ടികൾ വന്നിട്ട് ഇവരൊക്കെ ഇങ്ങനത്തെ കഥകൾ പറയാറുണ്ട്. ആ ഒരു പയ്യൻ വന്ന് പറഞ്ഞത് അവൻ്റെ ഭാര്യയല്ല, മുറപ്പെണ്ണാണ്. കല്യാണമൊക്കെ നിശ്ചയിച്ച സമയത്ത് ആ കുട്ടി മരിച്ചു. അവൻ പറഞ്ഞ അവളെ എന്നും വരുന്നുണ്ട് അവൻ്റെ അടുത്ത് നിന്ന്. ഈ സൈസ് എന്നും അവൾ വരുന്നുണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് വീട്ടുകാർ വേറെ കല്യാണം കഴിക്കാൻ പറയുമ്പോൾ അവൻ സമ്മതിക്കണില്ല, അവൾ മരിച്ചിട്ടില്ല, അവൾ എൻ്റെ അടുത്ത് എന്നും വരുന്നുണ്ട്. ഈ ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് മാതിരി ഇവന് കാണുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മ്യൂസിക് തെറാപ്പിക്ക് വരുന്ന പലരും അങ്ങനത്തെ ഇത് പറയുന്നുണ്ട്. ചിലർ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. അതായത് നീഡ് നോട്ട് ബി ഒരു മനുഷ്യൻ. ചിലരൊക്കെ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ പൂച്ചയായിരുന്നു, നായായിരുന്നു എന്ന് വരെ പറയുന്നവരുണ്ട്. അപ്പം നമുക്ക് ഇല്ല എന്നും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇല്ല എന്ന് പറയാനും ഒന്ന് സൂക്ഷിക്കണം. അത്ര എനിക്കല്ലാതെ വേറെ സിദ്ധികളൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് നമ്മൾ കുറേ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോഴും എനിക്ക് അങ്ങനെയുള്ള ചില എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറയും, പറഞ്ഞേ രാത്രി 12 മണിയായി അച്ഛൻ വന്നിട്ട് ഞാൻ സുഖമായി ഉറങ്ങണില്ലേ എന്ന് നോക്കിയിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, അമ്മ എന്തായി പറയണമെന്ന്. നോക്കിക്കോ, നീ 12 മണിയായാൽ ഞാനും അമ്മയും അടുത്താണ് കിടക്കുക, അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ കിടന്നിരുന്നത് അപ്പോഴൊക്കെ. അപ്പോൾ പറയും, നോക്കിക്കോ 12 മണിയാകുമ്പോൾ അച്ഛൻ ഇതാക്കണം. അച്ഛൻ ഈ സുഗന്ധ ഉള്ളൊരു പുകയില കൂട്ടിയിട്ട് മുറുക്കും അച്ഛൻ. ആ സുഗന്ധം 12 മണിയായാൽ വരും, നോക്കിക്കോ. കറക്റ്റ് വരുന്നുണ്ട്. ഞാൻ നോക്കി 12 മണിക്ക് വരുന്നുണ്ട്. അപ്പം
എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് നല്ലോണം ഇഷ്ടമുള്ള ആളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരെയും ഒന്നും നമുക്കിത് കാണാൻ പറ്റില്ല. നമുക്ക് വളരെയധികം സ്നേഹമുള്ള ആളുകൾ ഒരു പക്ഷേ നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ടാവാം. ഇല്ല എന്നിപ്പോൾ എങ്ങനെയാ പറയാ? ഇവൻ എന്താ ആ അപ്പം അത് ഉണ്ടായിക്കൂടാക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ കാണുള്ളൂ, എല്ലാവരും ഒക്കെ കാണും. ലോകത്തുള്ള എല്ലാവരെയും നമ്മൾ കാണും. എന്തിന് നമ്മളിപ്പോൾ നമ്മുടെ ആരെങ്കിലും ദൂരത്ത് പോയാൽ ഒരാൾ അമേരിക്കയിലും ഒരാൾ ഇന്ത്യയിലും ഇരുന്നിട്ട് രണ്ടാളെയും കാണുന്നില്ലേ? കാണുക മീൻസ് ഫിസിക്കലി അല്ല, ബട്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കാണുന്നില്ലേ? അതുപോലെയല്ലേ ഉള്ളൂ ഇപ്പോൾ ഇതും. എന്താ ഇപ്പോൾ ഇതിപ്പോൾ വലിയ ഒരു അത്ഭുതമല്ല എന്നാണ് ഞാൻ പറയണത്. നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവർ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമുള്ള ആൾക്കാർ. ബ്രയൻ വെയ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഫ്ലോറിഡയിൽ. അദ്ദേഹം ഇങ്ങനത്തെ കുറേ കഥകൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ ബെസ്റ്റ് സെല്ലേഴ്സാണ് ബുക്സൊക്കെ. എത്ര കഥകൾ അങ്ങനത്തെ ഓരോ ആൾക്കാർ പഴയ ജന്മങ്ങൾ കണ്ടതും ഇത് കാണുന്നതൊക്കെ. ഇതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് സഹിക്കണില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ ഞാനതിനെ ഒരു സിദ്ധി എന്നും വലിയ ഇതെന്നൊന്നും കരുതുന്നില്ല. അത് നമ്മുടെ സ്നേഹം കൊണ്ടുള്ളതാണ്. സ്നേഹമാണ് അവിടെ സിദ്ധി. സ്നേഹമാണ് സിദ്ധി. എനിക്ക് സ്നേഹമുള്ളവരെ ഞാൻ കാണുള്ളൂ. എൻ്റെ സ്വപ്നത്തിലാണെങ്കിലും ശരി, എൻ്റെ ധ്യാനത്തിലാണെങ്കിലും ശരി, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ കാണുള്ളൂ അല്ലേ? അല്ലാതെ നാട്ടുകാരെ മുഴുവൻ നമ്മൾ കാണാൻ തുടങ്ങിയ ബുദ്ധിമുട്ടായി. അതൊന്നും കാണില്ല. അത് സിദ്ധിയൊന്നുമല്ല, സ്നേഹമാണത്. വല്യമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹമാണ് ആ കാണിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും കൃഷകരുടെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് ഭാര്യ വന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയില്ല. സ്നേഹമില്ലാത്ത ഒരാളുടെ ഭാര്യ വന്ന് പറയില്ലേ ഭർത്താവ്? ഐ തിങ്ക് ദാറ്റ് ഈസ് സിംപ്ലി ബിക്കോസ് ഓഫ് ലവ്. നമുക്ക് സ്നേഹമുള്ളവരോടെ നമുക്ക് ആ വൈബ്രേഷൻ ഉണ്ടാവും. നമുക്കൊരു സന്തോഷം എപ്പോഴാണ് കിട്ടുക? ആ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ടെങ്കിലേ സന്തോഷം കിട്ടുള്ളൂ. ഒരാൾ അടുത്ത് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാളോട് എന്തെങ്കിലും സംവാദം ചെയ്യുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അതിന് ഒഴിയാൻ നോക്കും. അപ്പം അത് കാണൂല്ല, എന്നെ പിന്നെ കാണില്ല. അപ്പം ഈ സാധനം സ്നേഹം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രത്യേക ഇഫക്റ്റാണ്. അല്ലാതെ വേറെ സിദ്ധിയൊന്നും അല്ല എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷെ ഞാൻ എന്തിനാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്? നമ്മുടെ ഉള്ളിൽ അതില്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ കാളിദാസനും ഷേക്സ്പിയറും ഒക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് ഇരിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? പിന്നെ ആ സമയത്തിൽ നമ്മളൊരു ഒന്നും ലൈഫും സെറ്റിൽ ആയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ആ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ നമുക്ക് ഇതെങ്ങനെ. ഇപ്പൊ ഞാൻ കുറെ ബുക്സ് വായിച്ചു, ഒരു യൂട്യൂബ് ഒരു വീഡിയോസ്. അപ്പൊ നമുക്ക് തോന്നിച്ചത് പുതിയൊരു കാര്യം. കുട്ടിക്ക് എത്ര വയസ്സായി? എനിക്ക് 38. അച്ഛൻ മരിച്ചിട്ട് എത്രയും? 5 മാസം. അപ്പം ആസ്ട്രൽ ബോഡി മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല. അത് എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ആൾക്കാർ നമുക്ക് നല്ലതിന് വേണ്ടിയേ വരുള്ളൂ, ചീത്ത കാര്യത്തിന് വേണ്ടി വരില്ല. പേടിക്കാനില്ല. എന്തിനാ മോനെ അങ്ങനെ വിചാരിക്കുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അവർ പോയി അവർക്ക് അവരുടെ ആത്മാവ് പോയി അവിടെ മുക്തി പ്രാപിക്കട്ടെ എന്നല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കരുത് അച്ഛൻ്റെ ആത്മാവിനെ. അച്ഛൻ്റെ ആത്മാവ് പോയി മുക്തി നേടി, പിന്നെ അതിനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ആ ആത്മാവിനെ ഇങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അത് തെറ്റാണ് ചെയ്യണത്. എന്താ പറയുക, ഒരുമാതിരി മന്ത്രവും ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാരെ ചെയ്യരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഡിപ്പാർട്ട് ചെയ്തിട്ടുള്ള ഒരു സോളിന് പരമമായ മുക്തി അവിടെ കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യം. നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചാൽ അവർക്കത് വലിയ സ്ട്രെസ്സാവും. കാരണം ഇങ്ങോട്ട് വരാനും പറ്റില്ല, അവർക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പം അവരെ ബുദ്ധിമുട്ടിക്കുകയാണത് നമ്മൾ അവരുടെ അത് എനിക്കറിയില്ല, ഞാൻ ചെയ്യാറില്ല. ഞാൻ ആരെയും ഇങ്ങോട്ട് വിളിക്കാറില്ല. അപ്പോൾ പോയവരൊക്കെ പോയി, അത്രേ ഉള്ളൂ. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ അവരെ സ്നേഹിക്കുക എന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാത്തതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഹിസ്റ്ററികൾ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീസ് കൊണ്ടും ഈ മ്യൂസിക്കിൻ്റെ പ്രാക്ടീസ് കൊണ്ടും ഒക്കെ പലരും വന്ന് പറയണതും പിന്നെ ഇങ്ങനെ പഴയ ആൾക്കാർ, അമ്മയെ പോലത്തെ ആൾക്കാർ പറഞ്ഞതൊക്കെ കേട്ട് അതിൽ ചെറിയൊരു റിസർച്ച് നടത്തി എന്നല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ ഒട്ട് ചെയ്യാറുമില്ല, എനിക്കറിയില്ല. ചെയ്യാൻ സഹായിക്കണവരുണ്ടാവുമായിരിക്കും. ഭക്തി, അതിൻ്റെ യോഗ്യത ഭക്തി.
ഭക്തിയില്ലാത്തവൻ അത് ചെയ്തിട്ട് കാര്യമില്ല. ഭക്തി വിശ്വാസമില്ലാതെ നമ്മൾ അങ്ങനെ ഒരു എന്തുപാസന ചെയ്തിട്ടും കാര്യമില്ല. അത് ഈ പറഞ്ഞ മാതിരി തന്നെ ഈ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ലവ് എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ സബ്ലൈമായ സ്റ്റേറ്റാണ് ഭക്തി. നമ്മൾ സ്നേഹം കൊണ്ട് നമ്മുടെ അടുത്തുള്ള ആളുകളെ നമ്മളിലേക്ക് എടുക്കണം. അതേപോലെ അതിൻ്റെ കുറച്ച് ഉയർന്ന തലമാണ് ഭക്തി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ദേവീനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് വ്യത്യാസമുള്ളൂ. വലിയ വലിയ ഡിഫറൻസ് ഇല്ല. വേറെ ഭക്തി നിഷ്ഠയാണ് ആവശ്യമുള്ളത്, വേറെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ആചാരങ്ങളും അതും ഇതൊന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ പരമമായ സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി അത് മനസ്സിൽ വിചാരിക്കുക മാത്രമേ വേണ്ടൂ. ലോകം നടന്നു പോകുന്നത് സ്നേഹം കൊണ്ടാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. സ്നേഹമല്ലാണ്ടൊരു സാധനമില്ല. അപ്പോൾ മനുഷ്യനോടുള്ള സ്നേഹം കുറച്ച് ഹയർ ലെവലിൽ സബ്ലൈം ആകുമ്പോൾ എത്രയോ ഉപരിയായ ഒരു ശക്തിയോടുള്ള സ്നേഹം, അത് ഭക്തി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ എവിടെയില്ല. ഉള്ളിൽ ഈശ്വരൻ ഇല്ലെങ്കിൽ എവിടെ ഈശ്വരനില്ല. മനസ്സിലായില്ലേ? കാരണം നമുക്ക് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു വാക്ക് മിണ്ടണതും എണീക്കണതും സംസാരിക്കണതും എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ കർമ്മ ഒക്കെ. അതില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാ തന്നെ. നമ്മളിൽ മാത്രമല്ല, ഒരു ചെറിയ പൂച്ചക്കുട്ടിയിലും പശുവിലും നായയിലും തത്തയിലും കിളിയിലും എല്ലാറ്റിലും ഉണ്ട്. എവരിവേർ. ചെറിയൊരു മണൽത്തരി മുതൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചൈതന്യത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് അരൂപിയാണെന്ന് പറയുന്നത്. ചൈതന്യത്തിന് രൂപമില്ലല്ലോ. അതിന് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്കിഷ്ടമുള്ള രൂപങ്ങൾ എന്ന് പറയുമ്പോൾ അച്ഛനെയും അമ്മയൊക്കെ നമുക്കിഷ്ടമുള്ള രൂപങ്ങളായ പോലെ നമുക്കിഷ്ടമുള്ള ഒരു രൂപത്തിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. അതിന് നിങ്ങൾ കൃഷ്ണൻ എന്നുള്ള രൂപമാണോ, ശിവൻ എന്നുള്ള രൂപമാണോ, ദേവി എന്നുള്ള രൂപമാണോ, ക്രൈസ്റ്റ് എന്നുള്ള രൂപമാണോ, ഒരു രൂപമില്ലാത്ത രൂപമാണോ, ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളൊരു വളരെ വിപുലമായ ഒരു തോതിലുള്ള വലിയൊരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ എന്താ അത് ആദ്യം ആലോചിക്കണം. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. നമ്മുടെ സ്ഥിതി അതല്ലേ ഉള്ളൂ. ഇങ്ങനെ നിറയെ ബ്രഹ്മാണ്ടഗോളങ്ങൾ തിരിയണതിൻ്റെ ഇടയിൽ ഒരു പൊട്ടുപോലൊരു സൂര്യനും ഒരു സൗരയുണ്ട്. ആ പൊട്ടുപോലെ ഉള്ള ഒന്നിൻ്റെ ഉള്ളിൽ ഒരു കടുകുമണി മാതിരി ഒരു ഭൂമി. ആ കടുകുമണിയുടെ മുകളിൽ ഇനി അതിനേക്കാളും ചെറുതായിട്ട് എന്താ സാധിക്കുക വെച്ചാൽ അത് നമ്മൾ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞ് നടക്കണേൽ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിൽ അതിനെ നമ്മൾ സാക്ഷാത്കരിക്കുക ഈ ചൈതന്യത്തിനെ മുഴുവൻ. അതല്ലാതെ ഇതിനെ നമ്മുടെ കയ്യിലെടുത്ത് പിടിക്കണമെന്ന് ആരും വിചാരിച്ചത്. കുറേ കാര്യങ്ങൾ ഫിലോസഫിയിൽ കൂടെ വേണം ഭഗവാനെ മനസ്സിലാക്കാൻ. ഈ ഒരു ഫിലോസഫി ഇത് അദ്വൈത ഫിലോസഫിയാണ്. ഞാനീ പറയുന്നത് അദ്വൈതമാണ്. നീന്ന് വേറെ ഇല്ല അവിടെ. ആ കടുകുമണ്ട ഉള്ളിൽ പിന്നെ എന്താ വേറെ ഉള്ളത്? ഞാനും ഒരു കുരങ്ങനും ഒരു പശുക്കുട്ടിയും ഒരു നായ്ക്കുട്ടിയും ഒരേപോലെയല്ലേ ഈശ്വരൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ? ഒരു പൂഴിത്തരിയും ഒരു ചെറിയ ആറ്റമും ഈ പ്രപഞ്ച ബ്രഹ്മാണ്ടങ്ങളും അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഒന്നിനെ പറ്റി നമ്മളങ്ങനെ വല്ലാതെ മമത വയ്ക്കും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്തിട്ട് ധർമ്മം എന്ന് പറയും. ഡ്യൂട്ടി എന്നല്ല, അതിൻ്റെ കറക്റ്റ് വേർഡ് ധർമ്മമാണ്. ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ വിനയപൂർവ്വം അങ്ങോട്ട് കടന്നു പോവുക. എല്ലാവർക്കും ഉണ്ടൊരു ജനനം, ഒരു മരണം. ചെറിയ ജന്തുവിനും കൂടിയുണ്ട്, മനുഷ്യനും ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക. ഇപ്പോൾ അച്ഛന് വേണ്ടി എന്താ ചെയ്യുക എന്നാലോചിച്ചാൽ പണ്ടൊക്കെ അച്ഛന് വേണ്ടി ചെയ്യുക. അച്ഛന് ആ ഓർമ്മ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് പറ്റുമെങ്കിൽ ഭക്ഷണം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, പല കാര്യങ്ങൾ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആ ആത്മാവിന് എന്താ പറയുക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു പിണ്ടർപ്പിച്ചു, മക്കൾ അച്ഛനൊരു പിണ്ടർപ്പിച്ചു, ഈ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ പതിവ് കേട്ടോ. എൻ്റെ അച്ഛൻ എല്ലാ ജാത്തൊരിക്കലൊക്കെ അച്ഛൻ ചെയ്യണ ആളാണ്. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും അനുഷ്ഠിക്കുന്ന ആൾക്കാരല്ല. അച്ഛനെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവർക്കും നായാടികളടക്കം എല്ലാവർക്കും അന്ന് ഭക്ഷണം ഉണ്ട് അവിടെ വീട്ടിൽ. എല്ലാവരും വരും. അവരോട് പറയുമൊന്നും വേണ്ട, ക്ഷണിക്കൊന്നും വേണ്ട. അവർക്ക് അറിയാൻ ഇന്ന ദിവസം അവിടുത്തെ ചാട്ടങ്ങളും ഭയങ്കര സ്നേഹബന്ധങ്ങളാണ്. അത് ഞാനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അവരെല്ലാം അത് അങ്ങനെ എന്താ പറയുക, നമ്മൾ പഞ്ചമഹായജ്ഞം എന്ന് പറയും.
5ഉം ചെയ്യാൻ പറ്റും നമുക്ക് ശരിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ. പിന്നെ എല്ലാവരെയും അവിടെ നോക്കും. പശുവാണെങ്കിലും പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും എല്ലാ സാധനവും അവിടെ ഉണ്ടാവും. എല്ലാവർക്കും തുല്യ കുതിരി ഉണ്ടായിരുന്നു തോന്നുന്നു. വിഷുക്കണിയൊക്കെ അവർക്ക് കാണിച്ചിട്ട് നമ്മൾ കാണും. അവർക്ക് അമ്മ കൊണ്ടുപോയി ഈ ഉരുളിയിലെടുത്ത് കൊണ്ടുപോയി ആ കുതിരയുടെ പന്തിയിൽ കൊണ്ടുപോയിട്ട് ഓരോ എന്തായാലും പറയാം തൊഴുത്തിൽ പോയിട്ടൊക്കെ ഈ പശുക്കളെയും കുതിരേനെയും ഒക്കെ കാണിക്കും. ഈവൻ പൂച്ചക്കുട്ടികളെ കാട്ടി കൊടുക്കും ഇങ്ങനെ. കാരണം അതാണ് സമത്വം. അല്ലാണ്ട് അവരെന്നെ കാലം കൊണ്ട് തട്ടി ഉതക്കില്ല ആരും. സ്നേഹം സമത്വം എന്നൊക്കെ പറയണത് അവനവൻ്റെ വീട്ടിൽ അത് പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും അതുണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു വരികയാണോ സംശയം. പക്ഷെ ചിലപ്പോൾ ഓരോ സോഷ്യൽ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ നായ്ക്കളോട് പൂച്ചകളോടൊക്കെ ഉള്ള സ്നേഹം ആളുകൾക്ക് കൂടി വരുന്നുണ്ട്. അത് കാണുന്നുണ്ട്. അത് ആ ഭാഗം വരുന്നുണ്ട്. ദുഷ്ടന്മാരും ഉണ്ട്, പക്ഷെ എന്നാലും നല്ലവരും ഉണ്ട്. ലോകം മുഴുവനായിട്ട് ചീത്തയാവുന്നില്ല. ഒരു ബാലൻസ് ഉണ്ട്. എല്ലാവരും കൂടി അങ്ങനെ ഉണ്ട് ചീത്തയായി പോയില്ല. കുറേ ആൾ നല്ലതുണ്ടാവും, കുറേ ആൾ നമ്മൾ നോക്കി. ഈ നല്ലതിനെ സൃഷ്ടിക്കുന്ന ദേവി തന്നെ മോശത്തിനെ സൃഷ്ടിക്കുന്ന ദേവി തന്നെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്പൊ നല്ലതിനെ സൃഷ്ടിക്കുന്ന അങ്ങനെയല്ല സൃഷ്ടി. അത് കുറെയൊക്കെ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഉണ്ടാവണത് കർമ്മം കൊണ്ടാണ്. അതിന് ആക്ച്വലി അതിന് ദൈവത്തിന് പാർട്ടൊന്നുമില്ല. ഞാനൊരു ചീത്ത കാര്യം ചെയ്താൽ എനിക്ക് ആ ചീത്ത കാര്യത്തിൻ്റെ ഫലം ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാനൊരു ചീത്ത കാര്യം ചെയ്താൽ എനിക്ക് അതിൻ്റെ ഫലമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു വേറെ ഒന്ന് കിട്ടും. സൃഷ്ടി നടക്കുന്നത് അങ്ങനെയാണ്, കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ ചെയ്ത കർമ്മഫലമായിട്ടാണ് ഞാൻ അടുത്ത സൃഷ്ടി എനിക്ക് വരുന്നത്. അപ്പം അതിൽ ദേവിയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ അതോ ശരി എന്ന് തഥാസ്തു എന്ന് പറയൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സൃഷ്ടി ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മം കൊണ്ട് തന്നെയാണ്. കർമ്മരഹിതമായാൽ അല്ലെങ്കിൽ നിഷ്കാമ കർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ സൃഷ്ടിയില്ല, പുനർജന്മമില്ല. അത് നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല കാര്യം ചെയ്യണമെന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് അങ്ങനെ വരില്ല, നല്ല തന്നെയല്ലേ വരുള്ളൂ. ചീത്ത ഒരു ജന്മം വരില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ പണ്ടുള്ളവർ കുറേ കാര്യങ്ങൾ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ വരണ തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടിയും പറഞ്ഞു വെച്ചതാണ്. അല്ലാണ്ട് അവരിത് മതം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞതല്ല. ഇതിനെയൊക്കെ വെറുതെ വേറെ അർത്ഥങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ മതി. വി ആർ ഓൾ സേഫ്. നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയാൽ. ആര്? ഞാനോ? ഞാൻ ഇവിടെ അല്ലേ. ആ, ഞാൻ ഇതാണ് എൻ്റെ വീട്. ആ, അവിടെ പോകാറുണ്ട്. ആ, വരും പോവും 6 മാസം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. പക്ഷെ ഇതാണ് വീട്, സ്ഥിര താമസം ഇതാണ്. ആയിക്കോട്ടെ. നിങ്ങൾ ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി ഇത്ര ദൂരത്തുനിന്ന് വന്നോ? സ്വാമിക്ക് അതെന്തോ അങ്ങനെ വന്നു എന്നല്ലാണ്ട് നമ്മളെല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയത്. ഇവിടെ ആകെ പ്രേതങ്ങളുടെ നടപ്പാവും. അത് വേണ്ട, അവർക്കും ബുദ്ധിമുട്ടാവും അത്. പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ കണ്ടു. എവിടെ ഫോറിൻ കൺട്രിയിൽ പോയി അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, അവരെ പോയി. പിന്നെ ഈ മാഡം പറഞ്ഞു കുറേ ആൾക്കാരെ പോയി. അപ്പം ഈ സ്വാമിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് സ്വാമിനെ പറയുന്നത് തോന്നലായിരിക്കും. അതാണ്. അത് എന്നോടും ചോദിച്ചു. അത് അദ്ദേഹം അതിന് തന്നെയാണ് എന്നെയും വിളിച്ചത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അദ്ദേഹം അതിൻ്റെ ശേഷം എൻ്റെ അമ്മ ഇത് കേട്ടപ്പോൾ ആ അമ്മ അവിടെ വിളിച്ച് അവിടെ സംസാരിക്കുകയുണ്ടായി. ഇങ്ങനെ സ്വാമീനെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാലപ്പാടൻ കൾച്ചറൽ സൊസൈറ്റിയുടെ ഫംഗ്ഷന് വിളിച്ചോണ്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് അവിടെ ഇങ്ങനെ അച്ഛൻ്റെ കാണുന്നതുകൊണ്ട് അവിടെ കൊണ്ടുപോയി. ഒരു ജിജ്ഞാസാരം. ഞാൻ 10-20 വയസ്സായ കുട്ടി വന്നിട്ട് മദ്രാസിൽ വന്നിട്ട് എന്നോട് ഈ കഥാകുട്ടറ വുഡ് ബി ആയിട്ടുള്ള ഒരു മരിച്ച കഥ. അത് ഞാൻ പറയാം, അവനെന്താ വെച്ചിട്ടുണ്ടായിരുന്നു, അവന് പേടി. അവനപ്പോഴേക്ക് മറ്റുള്ളവരൊക്കെ പേടിപ്പിച്ചിട്ട് ഇത് ഗതി കിട്ടാണ്ട് അലിയാണോ ഈ കുട്ടി, അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് മറ്റേ ചെയ്യണോ. ഞാൻ പറഞ്ഞു കുട്ടിക്ക് ഗതി കിട്ടാക്കി ഒന്നുമില്ല, എന്നെ അത് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നീ അതിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ വിടാൻ പറ്റണില്ല. അതാ പ്രശ്നമുള്ളത്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രശ്നമാണ്. അല്ലാണ്ട്
മറ്റ് ഇതൊന്നും പറയണത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ അവന് നേരെ കുറേ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് പോയിരുന്നു. അത് കാരണം അത് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ കുടുങ്ങി. അവനെ ഭയപ്പെടുത്തുകയാണ് ചെയ്തത് വീട്ടുകാരൊക്കെ. അവൾക്ക് ഗതി കിട്ടാത്തിട്ടുണ്ടാവില്ല, അവളുടെ പ്രേതം കൂടിയതാണ്, നിന്നെ നീ അത് ചെയ്യേ, ഇത് ചെയ്യേ, പ്രേതത്തിനെ വിടിയിക്കാനുള്ളത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പേരുടെ. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല. ഞാൻ കുറേ ഹിസ്റ്ററികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം അവനപ്പോൾ ഞാൻ പറഞ്ഞു നീ ഉറങ്ങണ സമയത്താണ് അവനെങ്ങനെ അവൻ കിടക്കണ സമയത്താണ് തോന്നുന്നത്. ഉറങ്ങാൻ കിടന്നാൽ ഇവൻ്റെ കുറച്ച് മേപ്പെട്ടായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇവൻ്റെ മേത തന്നെ കുറച്ച് തൊടുന്നില്ല, മേലെ കിടന്നിട്ട് ഇവനെ വലിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു അത് അവളുടെ ആത്മാവും നിൻ്റെ ആത്മാവും തമ്മിലുള്ള ആ ബന്ധം കൊണ്ടാണ് അത് വലിക്കുന്ന, സ്നേഹബന്ധം കൊണ്ട്. നീ ഇതിനെപ്പറ്റി ഇങ്ങനെ വല്ലാണ്ട് ആലോചിക്കാണ്ട് ഇതിനെ മമത കൊണ്ടാണല്ലോ അത്. ആ മമത ഉപേക്ഷിച്ചാലേ ഇത് പോവുള്ളൂ, അല്ലെങ്കിൽ അവന് വേറൊരു ബന്ധം സാധിക്കില്ല. ഇതിങ്ങനെ വരുമ്പോഴേ മനസ്സുകൊണ്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ കഴിച്ച് കല്യാണം കഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ശരി. ഇതൊക്കെ വെറുതെ കുറേ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കുറേ ജനങ്ങളുണ്ട് ഇവിടെ. മറ്റേ മന്ത്രവാദം, അത് ഇത്, പ്രേതബലി ചെയ്യുക, മറ്റത് ചെയ്യുക. പ്രേതബലി ചെയ്യണത് ശ്രദ്ധ കൂട്ടുന്നതൊക്കെ നമ്മൾ അവരെ സ്മരിക്കണതിന് മാത്രമാണ്. നമ്മൾ സ്മരിക്കുകയാണ് നമ്മുടെ ആൾക്കാരെ ഒരു കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും. എല്ലാ ദിവസവും നമ്മൾ സ്മരിച്ചു എന്ന് വരില്ല 100,000 പണികളുടെ ഇടയിൽ. പക്ഷെ ഒരു ദിവസമെങ്കിലും അവരെ സ്മരിച്ചിട്ട് അവരുടെ എല്ലാ നന്മയ്ക്കും ഇത് പറയുകയാണ്. അല്ലാണ്ടൊന്നുമല്ല. പരേതൻ എന്നുള്ള വാക്കാ പ്രേതം, അല്ലാണ്ട് എന്തോ സാധനമൊന്നുമല്ല. പരേതൻ, മരിച്ചു പോയവൻ, അല്ലാണ്ട് ഒന്നുമില്ല. ഇതൊന്നും ഇങ്ങനെയുള്ളൊരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ലായക ഉണ്ട് നമുക്ക്. ആരും ചോദിക്കാൻ പറ്റില്ല. എല്ലാവരും മറ്റേതാ പറയുള്ളൂ. എല്ലാവർക്കും മറ്റേതേ അറിയുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് ബ്രെയിൻ വാഷ്ഡാണത്. എന്നാൽ അതങ്ങനെയല്ല. ഇതൊരു ശാസ്ത്രീയമായ രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഒരു ഫിനോമിനനാണ് എന്നുള്ളത്. അത് മനുഷ്യന് നാച്ചുറലായിട്ടുള്ളൊരു ഫിനോമിനനാണത്. അതിപ്പോൾ ആദ്യകാലത്തെ ട്രൈബൽസ് ആണെങ്കിലും ശരി, ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ശരി, സ്നേഹം എന്ന് പറയുന്ന ബന്ധത്തിൽ നിന്ന് അങ്ങനെ ഉണ്ട് വിട്ടുപോകുന്നില്ല. അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പോൾ ആ ട്രൈബൽസിൻ്റെ അന്ധവിശ്വാസങ്ങൾ ഈ കാലത്ത് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. കൾച്ചറിലേക്ക് തിരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് വേറെ, പക്ഷെ അവരുടെ അന്ധവിശ്വാസങ്ങളും നമ്മൾ തിരിച്ചെടുക്കണം എന്ന് പറയുന്നത് വേറെ. അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരത്തിനെ നമ്മൾ അറിഞ്ഞ് ആദരിക്കണം എന്നുള്ളത് വേറെ. ഇപ്പം ഈ പിണ്ടം വയ്ക്കലൊക്കെ അങ്ങനത്തെ ഒരു ആചാരം അവരുടെ കാലത്ത് മുതലുള്ളതാണ്. നമ്മളിപ്പോഴും ചെയ്യണമുണ്ട്. അവരുടെ ആ ആചാരങ്ങളെ നമ്മൾ വിട്ടിട്ടില്ല. അതേസമയത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ കൊണ്ടു നടക്കണം ഇപ്പോഴത്തെ നൂറ്റാണ്ടിൽ എന്ന് പറയുന്നത് ശരിയാണോ? ആലോചിച്ചറിയാലോ അല്ലേ? അത് തെറ്റല്ലേ അങ്ങനെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കണം. അന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഈ മാതിരി ഓരോ. എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകളൊരു കുട്ടി പിന്നീട് ഡോക്ടറായി. അവർ ചെറുപ്പമാകുമ്പോൾ മുറ്റത്ത് ഉച്ചയ്ക്ക് ഓടി കളിക്കുമ്പോൾ കുട്ടിയുടെ അമ്മ അതിനോട് കയറാൻ വേണ്ടിയിട്ട് ഉച്ച നേരത്ത് മുറ്റത്തിറങ്ങിയാൽ ഉച്ചമങ്കാളി വന്ന് പിടിച്ചു. ഇനി ഉച്ചമങ്കാളിച്ച എന്താണെന്നൊന്നും നിശ്ചയമില്ല. എന്തോ ഒരു സാധനം വെച്ചിട്ട് പേടിച്ച് കയറും. ഉച്ചയ്ക്ക് മുറ്റത്തിറങ്ങില്ല. എന്നുവെച്ചാൽ അവർ കിടന്നുറങ്ങുമ്പോൾ ഇതും മുറ്റത്ത് ഓടി കളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് നോക്കാനേ. അതാണിത് പറയുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഡോക്ടറായതിൻ്റെ ശേഷം പറഞ്ഞു ഞാനിത് എന്തോ ഒരു ജന്തുവെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ മനസ്സിലായത് ഇതൊക്കെ വെറുതെ പറയും. അത് അവരുടെ സൗകര്യത്തിനും കൂടിയാണ്. ചിലപ്പോൾ ഭയപ്പെടുത്തിയാൽ കുട്ടികൾ അനുസരിപ്പിക്കുക വെച്ചിട്ടല്ല. ആലോചിച്ച് നോക്കുക. ആ അമ്മമാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ പണിയെടുത്തിട്ടിരിക്കുക. ഈ കുട്ടി ഒന്നും എൻ്റെ തല ചായ്ക്കണ നേരത്ത് ഇത് ഉച്ചയ്ക്ക് പോയി അവിടെ ഇവിടെ വികൃതിയായിട്ട് പോയി അവിടെ ഇരുത്തിയാലും അത് പേടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. അവരും അവരുടെ സൗകര്യങ്ങൾ. അന്നത്തെ കാലമാണ്. ഇപ്പോഴത്തെ ഒരു അമ്മയ്ക്ക് അടുക്കള പണിയൊന്നും ഇല്ല. അതുപോലെ അല്ല അന്ന്. അവർ ഇത്ര നേരം പണിയെടുത്ത് ഒന്ന് തല ചായ്ക്കാന്ന് വെക്കുമ്പോഴാണ് ഈ കുട്ടി മുറ്റത്തേക്ക് ഓടിപ്പോണം. അപ്പം അതിനെ അവിടെ പിടിച്ചിരുത്തണ്ടേ? വേണമെന്ന് വെച്ച് പേടിപ്പിക്കില്ല. നമ്മുടെ മുതിർന്നവരെ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിക്കുന്നുണ്ട്, പഴയ ആൾക്കാരെ ശരിക്കും അല്ലേ? അതിനൊരു വിപ്ലവം അതിൻ്റെ നടക്ക്. അത് വിപ്ലവം. അവരവരുടെ ജീവിതം നടന്നു പോയിട്ട് എല്ലാത്തിനോടും ഒരു കാരുണ്യത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ കിട്ടില്ല. എനിക്ക് കിട്ടുന്നില്ല കേട്ടാ. ഞാൻ എല്ലാവരോടും ഒരു കാരുണ്യത്തോടെ ഞാൻ നോക്കണം. അപ്പോൾ അവർ പേടിപ്പിക്കണം വെച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ട് ചില ചീത്തഫലങ്ങൾ ഉണ്ടായി കാണാം. പക്ഷെ അതിപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഉണ്ടാവുമെന്ന്. ഇപ്പോഴും ചെയ്യണില്ലേ ആൾക്കാർ അങ്ങനെയൊക്കെ.
ആയിക്കോട്ടെ, സുഖമായിട്ട് പോവോ, ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് വിളിക്കണ്ട തിരിച്ച്. അവര് സുഖമായി അവിടെ ഇരിക്കട്ടെ എന്ന് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് സന്തോഷം. ശരി.